ഹായ്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരൊന്നുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ പുറമേ നിന്ന് ആൾക്കാരിത് പറയുന്നൊരു ഡയലോഗുണ്ട്, ടൈം ഹീൽസ് എവറിത്തിങ്. ഇല്ല കേട്ടോ, വെറുതെ പറയുക. ടൈം എല്ലാ കാര്യമൊന്നും ഹീൽ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫ് എന്തെങ്കിലും ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞുനാളിൽ നിങ്ങളിട്ടിട്ട് അച്ഛനും അമ്മയും എവിടെയെങ്കിലുമൊക്കെ പോയി മീൻസ് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ടോ? അതുപോലെ പ്രീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം എന്തെങ്കിലുമൊക്കെ നിറത്തിൻ്റെ എന്തെങ്കിലും പേരിൽ നമ്മളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അതോടെ കിടക്കുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളാണ്. ഹീൽ ചെയ്യേണ്ടത് ഈ മുറിവുകളെയാണ്. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്ന പല ബിഹേവിയേഴ്സും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഈ ചെറുതിലെ ഉണ്ടായ അനുഭവങ്ങളുടെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെ ആങ്ഷ്യസ് ആയിരിക്കും. ഇപ്പോൾ പാർട്ട്ണറൊക്കെ കുറച്ച് നേരം മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലൊക്കെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ചിലർക്ക് തിരിച്ച് ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ ചെറുതിലെ കിട്ടിയ അനുഭവങ്ങളുടെ ഒരു സം ടോട്ടലായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം വേണ്ടൊരു കാര്യം, നമ്മളോട് തന്നെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. സെൽഫ് കമ്പാഷൻ. ഈ സെൽഫ് കമ്പാഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സെൽഫ് കമ്പാഷൻ എന്താണ്? എങ്ങനെയാണ് എനിക്ക് സെൽഫ് കമ്പാഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണത്. ജസ്റ്റ് ഇമാജിൻ യു ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളടുത്തൊരു പ്രശ്നമായിട്ട് വരുവാണ്. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളവിടെ ഇരിക്കും, സമാധാനത്തോടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കും, സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, സമാധാനിപ്പിക്കും, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അപ്ലിഫ്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ടായിരിക്കും ബെസ്റ്റ് ഫ്രണ്ടിനെ പറഞ്ഞു വിടുക, അല്ലേ? അങ്ങനെയല്ലേ? സെയിം വേ, ജസ്റ്റ് ഇമാജിൻ യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അതൊന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾക്കൊരു പ്രശ്നം വന്നു. നിങ്ങളൊരു സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്തു. നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗിൽറ്റ് അടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ കാരണം തെറ്റ് സംഭവിച്ചേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ആകെ കോൺഫിഡൻസ് പോവും, സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിന് പകരം ഇമാജിൻ യു ആർ യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ പറയുക. ഫോർ എക്സാമ്പിൾ, വി ഓൾ നോ വി ആർ ഓൾ ഹ്യൂമൻസ്. ടു ആർ ഈസ് ഹ്യൂമൻ, അല്ലേ? വി ആർ prone to mistakes. നോബഡി ഇൻ ദിസ് വേൾഡ് ഈസ് പെർഫെക്റ്റ്. ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ദർ ഈസ് എ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻസ്. അതാണ് കാണുന്നത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് പറ്റി, ഇറ്റ്സ് ഓക്കെ. അവിടെ നിന്ന് ഒളിച്ചോടണ്ട, അവിടെ നിന്ന് കരയണ്ട, അവിടെ നിന്ന് എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ. സപ്പോസ് യു ഫീൽ ലൈക്ക് ക്രൈ, കരഞ്ഞോളൂ. പക്ഷേ എന്നും പറഞ്ഞ് ഞാനൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഭാരം ചുമന്ന് നടക്കുകയല്ല വേണ്ടത്. ഇറ്റ്സ് ഓക്കെ ടു ഡു മിസ്റ്റേക്ക്. ഇറ്റ്സ് ഓക്കെ ടു കമ്മിറ്റ് മിസ്റ്റേക്ക്. അതുകൊണ്ട് തെറ്റൊന്നും ഇല്ല. പക്ഷേ ഇനി ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കാൻ ഞാൻ നോക്കും. അങ്ങനെ പറഞ്ഞ് അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങൾ സെൽഫ് കമ്പാഷനേറ്റ് ആവുക. ഹൗ ക്യാൻ വി ഡു ഇൻ എ പ്രാക്ടിക്കൽ വേ? നമുക്ക് സെൽഫ് ടോക്ക് അത് നടത്താം. അതൊരു നല്ല രീതിയാണ് സെൽഫ് കമ്പാഷൻ്റെ. എന്നാൽ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. സോ ഇത് ഡിജിറ്റൽ എറ ആയതുകൊണ്ട് ഇമെയിലിൽ വേണമെങ്കിൽ എഴുതാം, വേണ്ട വാട്സപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തന്നെ ചാറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ മെസ്സേജിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. എന്താ പറയണത്? ദിസ് ഹാപ്പൻ ഫ്രം മീ. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ദിസ് ഹാപ്പൻ ഫ്രം മീ. പക്ഷേ അത് ഇറ്റ്സ് ഓക്കെ. ഞാനത് അറിഞ്ഞുകൊണ്ടല്ല. ഞാനത് എൻ്റെ അഡൾട്ടായ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇന്നർ ചൈൽഡിനെ മനസ്സിലാക്കുന്നു, അവൻ്റെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ നിങ്ങളൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ ആൻഡ് യു റീഡ് ഇറ്റ് ആഫ്റ്റർ സം ഫ്യൂ ഡേയ്സ്, യു ഫീൽ ബെറ്റർ. നമ്മുടെ ആ ഒരു ഇമോഷൻ, നമ്മുടെ ഒരു ബിഹേവിയറിനെ ആദ്യം അവെയർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെപ്പറ്റിയാണ് എഴുതുന്നത്. സോ വി വിൽ ഫീൽ ബെറ്റർ ആൻഡ് വി വിൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മെച്ചുവേർഡായിട്ട് കോപ്പപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്താ പറയുക, ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ടഫായിരിക്കും എന്ന് പറയും. ടഫാണ്. പക്ഷെ എങ്ങനെയാണ്? ഫസ്റ്റ് വി നീഡ് ടു ബി കൈൻഡ് ടു അവർ സെൽഫ്. നമ്മളോട് തന്നെ കൈൻഡ് ആവുക. അങ്ങനെയാണ് നമ്മൾ ടഫാവുന്നതും അതുപോലുള്ള സിറ്റുവേഷനെ ഈസിലി കോമ്പാറ്റ് ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യുക. സോ ഡു സെൽഫ് കമ്പാഷൻ, ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ് and be happy in your life. So in the next video, we'll come with another topic. Till then, bye.